അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരണം പൂർത്തിയാക്കിയ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ജൂലൈ 17-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രിയുടെ സമയക്രമമനുസരിച്ച് ഉദ്ഘാടന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പാലക്കാട് ഡിവിഷനിലെ പ്രധാന ഉദ്ഘാടന ചടങ്ങുകൾ തിരൂരിലാണ് നടക്കുന്നത്. പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ, ഫറൂഖ്, തലശ്ശേരി എന്നീ സ്റ്റേഷനുകളും തിരുവനന്തപുരം ഡിവിഷനിലെ ചാലക്കുടി, അങ്കമാലി എന്നീ സ്റ്റേഷനുകളും നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിട്ടുണ്ട്. 26.55 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് തിരൂരിൽ നടപ്പാക്കിയത്. പുതിയ കവാടത്തിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. ടിക്കറ്റ് കൗണ്ടറുകൾ, 2 ATVMകൾ എന്നിവ പുനഃസ്ഥാപിച്ചു. കൂടാതെ 3 ലിഫ്റ്റുകൾ, 2 എസ്കലേറ്ററുകൾ, പവർ പ്ലാന്റ് എന്നിവയും യാത്രക്കാർക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമുകൾ ഉയർത്തുകയും വികസന ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്തു. പരപ്പനങ്ങാടിയിൽ 14.21 കോടി രൂപയും നിലമ്പൂരിൽ 16.44 കോടി രൂപയും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. രണ്ടാം കവാടം, ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം മേൽക്കൂര, സിഗ്നൽ സംവിധാനങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം എന്നിവയും ഇവിടെയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. 2022-ലാണ് ഈ പദ്ധതിയുടെ പ്രവർത്തികൾ ആരംഭിച്ചത്. ഈ ചാനൽ ന്യൂസ്, തിരൂർ. ലോകകപ്പ് ആവേശം ഇത്തവണ ബിഗ് സ്ക്രീനിലായാലോ? അതെ, റെഡി കാശ് ആവശ്യമില്ലാത്തതിന് 20% മാത്രം ആദ്യം നിലയ്ക്കൊണ്ട് ഇഷ്ടമുള്ള ടി വി ഇനി പർച്ചേസ് ചെയ്യാം. ഈ ഫുട്ബോൾ പൂരം അതിന്റെ ആവേശം ഒട്ടും ചോരാത്തിന് ഹൈ ക്വാളിറ്റിയിൽ കാണാൻ ഇതാ 4K ടിവികൾ. അപ്പൊ ഇനി അതിന്റെ ബാക്കി തുകയോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ബേയ്മെന്റ് നിങ്ങൾക്ക് നൽകുന്നു പലിശരഹിത മാസത്തവണയിൽ. അപ്പോൾ നിങ്ങളുടെ ടി വി അപ്ഡേറ്റ് ചെയ്യാൻ വിളിക്കൂ ബേയ്മെന്റിലേക്ക്. Making it easy. Valancheri. Phone 9526 001 003.